പ്രിയ ദേശനിവാസികളെ, വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പാപമോചനം ഈ ദേശത്ത് ഘോഷിപ്പാൻ ദൈവം കൃപ തന്നിരിക്കുകയാണ്. അധികമായിട്ട് സംസാരിക്കുന്നില്ല, അനേക പ്രസംഗങ്ങൾ കഴിഞ്ഞതാണ്. എന്നാൽ നോക്ക് പ്രിയരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. നാം ഇപ്പോഴും ഭൂമിയിൽ ജീവനോടുകൂടി ഇരിക്കുന്നു. ഒരുപക്ഷെ രോഗിയായിട്ടോ വയ്യാത്തവരായിട്ടോ കടബാധ്യതയിലോ ഒക്കെയുമായിട്ടാണ് നമ്മളെങ്കിലും നമ്മളെപ്പറ്റി ദൈവത്തിന് വലിയൊരു പ്രത്യാശയുണ്ട്. എന്താണ്? ഇവൻ ഇപ്പോഴും ജീവനോടെ ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ എൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിച്ച് ഇവൻ പാപമോചനം നേടി എന്നേക്കും ജീവിക്കുന്ന ഒരു ആത്മാവിനെ ലഭിപ്പാൻ ഇവരിന്നും കഴിയും എന്നൊരു പ്രത്യാശ ദൈവത്തിനുള്ളത് കൊണ്ട് ഒരിക്കൽ കൂടെ കർത്താവിനെ ഈ ദേശത്തേക്ക് അയച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കേട്ടുകൊള്ളുവിന്. ഏതാണ്ട് 4400ഓളം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇന്ന് AD 2024, അതായത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചിട്ട് 2024 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇന്നേക്ക് ഏകദേശം 4400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമി ഇന്നേപോലെ ജനങ്ങൾ നിറഞ്ഞിരിക്കുന്ന പോലെ നിറഞ്ഞിരുന്നു. അന്ന് ഭൂമി ഏകകരയും ഏക സമുദ്രവുമായിരുന്നു, ഖണ്ഡങ്ങളായിട്ട് വേർപിരിയപ്പെട്ടിരുന്നില്ല. അതായത് ഏഷ്യ ഭൂഖണ്ഡമെന്നോ അല്ലെങ്കിൽ ദ്വീപുകളോ മറ്റു വിധമായിരിക്കുന്ന ഓസ്ട്രേലിയ അല്ലെങ്കിൽ ആഫ്രിക്ക, അമേരിക്ക ഇങ്ങനെയുള്ള ഖണ്ഡങ്ങളായിട്ട് തിരിയപ്പെട്ടിരുന്നില്ല. ഒരു കരയായിട്ട് കിടന്ന ഈ ഭൂമി അന്ന് 4400 വർഷങ്ങൾക്ക് മുമ്പ് നോഹ എന്ന് പറഞ്ഞ ദൈവഭക്തനായിരിക്കുന്ന ഒരു പുരുഷനുണ്ടായിരുന്നു. ആ മനുഷ്യന് അന്നത്തെ കാലങ്ങളിൽ അന്നത്തെ സകല കോടാനുകോടി ജനങ്ങളുടെ മധ്യത്തിൽ അവൻ മാത്രം ദൈവഭക്തനായിട്ട് ജീവിച്ചു. ദൈവത്തെ ഭയപ്പെടുന്നവനായിട്ട് ജീവിച്ചത് വഴി ദൈവം ഇങ്ങനെ അരുളി ചെയ്തു: ഭൂമിയിലുള്ള സകല ജനങ്ങളും എൻ്റെ മുമ്പിൽ വഷളായിട്ടിരിക്കുന്നത് കൊണ്ട് സകല ജഡത്തെയും ഞാൻ നശിപ്പിക്കുവാൻ പോകുന്നു. എന്നാൽ നോഹയ്ക്കോ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആഗ്രഹിക്കാത്ത രക്ഷ ദൈവം അവന് കൊടുത്തു. അവൻ ഒരിക്കലും ചിന്തിക്കാത്ത രക്ഷ അവന് ദൈവം കൊടുത്തു. ആ നോഹ ദൈവകൃപയിൽ ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ചത് വഴി ദൈവം അവനെ തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞു: നീ ഒരു പെട്ടകമുണ്ടാക്കി, ആ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകമുണ്ടാക്കി നീയും നിന്റെ ഭാര്യയും നിന്റെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും അതിൽ കടക്കണം. ഞാൻ കൽപ്പിച്ചാക്കുന്ന മൃഗങ്ങളും അതിനകത്ത് കടന്നുകൊള്ളും. എന്നാൽ നോക്കുവിന് ഭൂമിയെങ്ങും ജലപ്രളയം വരാൻ പോവുകയാണ്. അങ്ങനെ നോഹ പെട്ടകമുണ്ടാക്കി. നോക്ക് പ്രിയരെ, നോഹ ദൈവത്തിൽ വിശ്വസിച്ചു. ആ ദൈവം അന്നുവരെ മഴ കണ്ടിട്ടില്ല, മഴ പെയ്തിട്ടുമില്ല. മണ്ണിൽ നിന്ന് ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലമൊക്കെ നനച്ചിരുന്നു. എന്നാൽ ഇങ്ങനെ വരുവാനിരിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന ഒരു മഴ അല്ലെങ്കിൽ വലുതായിരിക്കുന്ന ഒരു പ്രളയം ഉണ്ടാകുമെന്നും ആ പ്രളയത്തിൽ ഞാൻ നിന്നെ രക്ഷിക്കാമെന്നുള്ള വാഗ്ദത്ത പ്രകാരം ദൈവം കൽപ്പിച്ചവണ്ണം അവൻ പെട്ടകമുണ്ടാക്കി. അവനും അവൻ്റെ ഭാര്യയും അവൻ്റെ പുത്രന്മാരും അവൻ്റെ ഭാര്യമാരുമായിരിക്കുന്ന 8 മനുഷ്യർ മാത്രമേ പെട്ടകത്തിൽ കയറി. എന്നാൽ നോക്ക് പ്രിയരെ, അന്ന് മറ്റുള്ളവരെ രക്ഷിക്കണമെന്ന് ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും വഴി വഷളായതുകൊണ്ട് അവരെല്ലാവരും നശിപ്പിച്ചു കളയുവാൻ ദൈവം തീരുമാനിച്ചുവെങ്കിലും പിൻകാലങ്ങളിൽ നോഹ മുഖാന്തരം അവൻ്റെ പുത്രന്മാർ മുഖാന്തരം അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് ദാവീദിൻ്റെ സന്തതിയായിട്ട് യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിക്കേണ്ടതിനും അവൻ മുഖാന്തരം സകല ജഡങ്ങളും പിൻകാലങ്ങളിൽ രക്ഷിക്കപ്പെടേണ്ടതിനുമുള്ള നിയമപ്രകാരം അവനെ, ആ നോഹയും അവൻ്റെ കുടുംബത്തെയും ദൈവം സൂക്ഷിച്ചു. ആ 8 പേര് ആ മഹാപ്രളയത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു. 40 ദിവസം അസാധാരണമായിരിക്കുന്ന മഴ പെയ്തുകൊണ്ട് ഭൂമി മുഴുവനും പ്രളയമായി നിറഞ്ഞു. 40 ദിവസത്തെ മഴ മാത്രമല്ല പ്രിയരെ, നമ്മൾ മുകളിലേക്ക് നോക്കിയതിന് ഈ ആകാശത്തിന്റെ മുകളിൽ അതിഭയങ്കരമായിരിക്കുന്ന ഒരു സമുദ്രമുണ്ടെന്നാണ് വചനം പറയുന്നത്. അന്ന് ഈ ഭൂമിക്കടിയിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ സമുദ്രത്തിനേക്കാളും വലുതായിരിക്കുന്ന ഒരു സമുദ്രവുമുണ്ട്. അങ്ങനെ ദൈവം ആകാശത്തിന്റെ കിളിവാതിലുകളും ആ സമുദ്രത്തിന്റെ നീറുകളെയും തുറന്നുകൊണ്ട് ഭൂമി ജലപ്രളയത്താൽ മുങ്ങി. ഏറ്റവും വലിയ കൊടുമുടിയുടെ മുകളിൽ പോലും 15 മുഴം പൊങ്ങി. എല്ലാ ജീവികളും എല്ലാ മനുഷ്യരും ചത്തൊടുങ്ങിയിരിക്കുന്ന ആ സമയത്ത് നോക്ക് പ്രിയരെ, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച ആ 8 പേരൊഴികെ മറ്റാരും അന്ന് രക്ഷ പ്രാപിച്ചില്ല. അതായത് ഏതാണ്ട് 4400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ മനുഷ്യരായിട്ട് വെറും 8 മനുഷ്യർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ 8 ജനങ്ങളിൽ നിന്നാണ്, 8 മനുഷ്യരിൽ നിന്നാണ് 4 പുരുഷന്മാരും 4 സ്ത്രീകളും അവരിൽ നിന്നാണ് ഈ ഭൂമിയിലെ സകല ജാതി മതസ്ഥരും ഇന്നും ഇങ്ങനെ ആയിരിക്കുന്നത്. എന്നാൽ ലോകാവസാനമായിരിക്കുന്ന ഈ സമയത്ത് ദൈവത്തിന് മറ്റൊരു പദ്ധതിയുണ്ട്. അന്ന് നോഹ മാത്രമേ രക്ഷ പായിപ്പാൻ ദൈവം ആഗ്രഹിച്ചുള്ളൂ, മറ്റുള്ളവർ രക്ഷിക്കപ്പെടണം എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നില്ല. എന്നാൽ ലോകാവസാനമായിരിക്കുന്ന ഈ സമയത്ത് ഈ നോഹയുടെ കാലം പോലെ തന്നെ ഭൂമിയും വഷളായിട്ടിരിക്കുന്നു. അതിനെപ്പറ്റി ഞാൻ വിവരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഭൂമി ഭയങ്കരമായിരിക്കുന്ന വഷളത്വത്തിൽ കൂടെ നടക്കുന്ന ഈ സമയത്ത്
യേശുക്രിസ്തു പറഞ്ഞു, നോഹയുടെ കാലം പോലെ തന്നെ കർത്താവിന്റെ വരവുമാകും. അതേ പ്രിയരെ, അന്ന് ജലപ്രളയത്താൽ എല്ലാവരെയും മുടിച്ചു കളഞ്ഞതുപോലെ കർത്താവിന്റെ നാമത്തില് കർത്താവിന്റെ വരവിൽ നമ്മൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് അന്ന് നോഹയ്ക്ക് മാത്രമാണ് കൃപ ലഭിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് വഷളായിട്ട് നടക്കുന്ന സകല ജനങ്ങളോടും ദൈവത്തിന്റെ ഹിതം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് മാനസാന്തരപ്പെടുവാൻ മനസ്സുണ്ടെങ്കിൽ ഈ സർവ്വഭൂമിയും തീക്കായിട്ട് എരിയപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയും പ്രിയരെ. അതാണ് പുതിയ നിയമത്തിന്റെ മഹത്വം. ആകയാൽ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു, ഈ കാലം അവസാനിക്കുവാനുള്ള സമയമായിരിക്കുന്നു. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. അല്ലയോ സകല ജാതി മതസ്ഥരുമായിട്ടുള്ളവരെ കേട്ടുകൊള്ളുവിന്, ഹിന്ദുക്കളായിരിക്കുന്നവരെ കേട്ടുകൊള്ളുവിന്, ക്രിസ്ത്യാനികളായിരിക്കുന്നവരെ കേട്ടുകൊള്ളുവിന്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ വരവ് താമസിക്കുന്നൊന്നുമില്ല. നമ്മളിൽ ചിലർക്കൂടെ മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിച്ചുകൊണ്ട് ദൈവം തന്റെ പുത്രന്റെ വരവിനെ അല്പം കൂടെ താമസിക്കുന്നത് നമ്മളോടുള്ള സ്നേഹമാകുന്നു. കർത്താവ് വരുമെന്ന് അനേക കാലങ്ങളായിട്ട് പ്രസംഗിച്ചിട്ടും കർത്താവ് വന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആരും അവനെ പരിഹസിക്കല്ലേ. ആരും ഈ സുവിശേഷത്തെ നിഷേധിച്ച് കളയുകയും വരുതേ. കർത്താവ് കൃത്യസമയത്ത് വരും. പക്ഷെ അവൻ വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവനെ, നീയും കൂടെ പാപമോചനം നേടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നീ മരിച്ചതിന് ശേഷം നിന്റെ മക്കളോ അനിന്ദ്രന്മാരോ പിണ്ടാടിയന്തരം ചെയ്താലോ, ക്രിസ്തീയ മതപുരോഹിതന്മാർ കല്ലറയിൽ ധൂവപ്രാർത്ഥന ചെയ്താലോ നിന്റെ ആത്മാവിന് വീണ്ടെടുപ്പ് സാധ്യമല്ലാത്തത് കൊണ്ട് നോക്കുവിന് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ പാപമോചനം ലഭിക്കാൻ കഴിയത്തുള്ളൂ. ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ പാപമോചനം നേടാതെയാണ് മരിക്കുന്നതെങ്കിൽ ലോകാവസാന ദിവസം നമുക്കൊരു ന്യായവിധിയുണ്ട്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നമ്മുടെ പാപങ്ങളെ പരസ്യപ്പെടുത്തി അവൻ നമ്മളെ നിത്യമായിരിക്കുന്ന നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്ന അതിഭയങ്കരമായിരിക്കുന്ന ഒരു ന്യായവിധിയുണ്ട്. നാം നരകാഗ്നിയിലേക്ക് വീണാൽ വീണ്ടും ഒരു മടങ്ങി വരവില്ലാത്തത് കൊണ്ടും ക്രിസ്തീയ മതത്തിന്റെ ഒരു ഉപവിഭാഗമായിരിക്കുന്ന കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് പോലെ അവിടെ ഒരു ശുദ്ധീകരണ സ്ഥലം ഇല്ലാത്തത് കൊണ്ടും നമ്മളിൽ ഒരുവന്റെ ആത്മാവ് നരകാഗ്നിയിലേക്ക് വീണാൽ പിന്നെ ഒരു നാളും ഒരു മടങ്ങി വരവില്ലാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകാവസാനമായിരിക്കുന്ന ഈ സമയത്ത് പാപിയായിരിക്കുന്ന നിന്നോടുള്ള ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം ഞങ്ങൾ ഘോഷിക്കുകയാണ്. ആകയാൽ നോക്കുവിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് അവൻ ഗോൽഗോഥ മലമുകളില് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ തൂങ്ങിക്കിടന്നുകൊണ്ട് മരിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന വ്യക്തി നീയാണ്. നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് യേശുക്രിസ്തു മരിച്ചത്. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു ഈ താണലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്നതിന്റെ കാര്യം എന്തെന്നറിയാമോ? പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ന്യായപ്രമാണത്തിന്റെ മുമ്പില് സകല മനുഷ്യരും പാപം ചെയ്തവരാണെന്നും, അതായത് 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഏക പുരുഷന്റെ രക്തത്തിൽ നമ്മളെല്ലാവരും ജനിച്ചത് കൊണ്ട് പാപിയായിരിക്കുന്ന ആദമിന്റെ മക്കളായിരിക്കുന്ന നമ്മളെല്ലാവരും പാപം ചെയ്തവരും പാപികളും ദൈവത്തിന്റെ മുമ്പിൽ നരകവിധിക്ക് യോഗ്യരുമായിരിക്കുന്ന മരണത്തിന് യോഗ്യരായിരിക്കുന്നുവെന്നും ന്യായപ്രമാണം നമ്മളെ പഠിപ്പിച്ചു. ന്യായപ്രമാണം ദൈവം മനുഷ്യന് കൊടുത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ പാപികളെന്ന് തിരിച്ചറിയുവാന്, പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുവാനാണ് ദൈവം ന്യായപ്രമാണം തന്നത്. ആ ന്യായപ്രമാണം തന്നിട്ടല്ലാതെ ക്രിസ്തുവിന് മരിപ്പാൻ കഴിയുമായിരുന്നില്ല. നോക്ക് പ്രിയരെ, കൃപയും സത്യം, അല്ലെങ്കിൽ എന്താണ് ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം വന്നു എന്ന് പറയുമ്പോൾ മോശ വന്നിട്ടല്ലാതെ യേശുക്രിസ്തുവിന് വരുവാൻ കഴിയുമായിരുന്നില്ല. മോശ മുഖാന്തരം നമ്മുടെ പാപത്തിന്റെ നിയമപുസ്തകമായിരിക്കുന്ന ന്യായപ്രമാണം തന്നിട്ടല്ലാതെ ആ പാപത്തിൽ നമ്മുടെ നരകവിധി നമുക്ക് ഉറപ്പിക്കുവാൻ തന്നിരിക്കുന്ന ആ ന്യായപ്രമാണത്തിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടല്ലാതെ സൗജന്യമായിരിക്കുന്ന ദൈവകൃപയിലായിരിക്കുന്ന ഈ യേശുക്രിസ്തുവിനുള്ള സൗജന്യമായിരിക്കുന്ന പാപമോചനം നമുക്ക് ലഭിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് നോക്ക് പ്രിയരെ, ആദ്യമേ മോശ മുഖാന്തരം ന്യായപ്രമാണം വന്നു. ന്യായപ്രമാണം എന്താണ് നിങ്ങൾക്കറിയാമോ? നമ്മൾ കുറ്റക്കാരാണ്, നമ്മൾ പാപികളാണ്, നമ്മൾ ദൈവത്തിന് മുമ്പിൽ കുറ്റക്കാരും ശിക്ഷയ്ക്ക് യോഗ്യരുമാണെന്ന് തെളിയിക്കുവാനത്രേ ന്യായപ്രമാണം വന്നത്. അപ്പോൾ നിയമമില്ലെങ്കിൽ എന്താണ്? നമ്മുടെ പാപത്തിന് ശിക്ഷ വിധിപ്പാൻ കഴിയത്തില്ല. മോശ വരെയും ന്യായപ്രമാണം അല്ലെങ്കിൽ മോശ മുഖാന്തരം അല്ലെങ്കിൽ മോശ വരെയും അല്ലെങ്കിൽ ആദം മുതൽ മോശ വരെയും പാപമുണ്ടായിരുന്നുവെങ്കിലും പാപത്തിന് ശിക്ഷിക്കുവാൻ ഒരു നിയമം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് അതിനെ കണക്കിടുവാനും കഴിയുമായിരുന്നില്ല. ആകയാൽ മോശ മുഖാന്തരം ന്യായപ്രമാണം വന്നു കഴിഞ്ഞപ്പോൾ പാപത്തിന്റെ ശമ്പളം മരണമാണ്, നീ പാപിയാണെങ്കിൽ നിനക്ക് നരകവിധി ഉറപ്പാണെന്നുള്ള നിയമപുസ്തകമാണ് മോശയുടെ ന്യായപ്രമാണം. ആ ന്യായപ്രമാണം വന്നത് വഴി മനുഷ്യന്റെ മുമ്പിൽ നിലവിളി ഉണ്ടായി. നമ്മളെല്ലാവരും തെറ്റുകാരാണ്, കുറ്റക്കാരാണ്. ദൈവ നിയമത്തിന് മുമ്പിൽ തെളിവുണ്ടായിരിക്കുന്നു. മോഹിക്കരുന്നൊരു കൽപ്പന വന്നപ്പോൾ മോഹമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. വ്യഭിചാരം
ചെയ്യരുത് എന്നൊരു നിയമം വന്നപ്പോൾ വ്യഭിചാരം നമ്മൾ ചെയ്തിട്ടുണ്ടെന്നൊരു തിരിച്ചറിവ് വന്നു. അപ്പോൾ നിങ്ങൾ ചിലർ പറയുന്നു ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് വിശദീകരിക്കുന്നില്ല. യേശുക്രിസ്തു പറയുന്നു, അല്ലയോ പുരുഷ, നീ ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കിപ്പോയാൽ നീ അവളുമായിട്ട് വ്യഭിചാരം ചെയ്തിരിക്കുന്നു. ആകയാൽ മോഹിക്കരുന്നൊരു കൽപ്പനയുടെ മുമ്പിൽ ഈ ഭൂമിയിലെ സകല ജാതി മതസ്ഥരും സ്ത്രീയും പുരുഷനും ദൈവത്തിന് മുമ്പിൽ കുറ്റക്കാരനാണെന്ന് എല്ലാവരുടെയും മുമ്പിൽ തെളിയിക്കപ്പെട്ടു. ആകയാൽ നാം എല്ലാവരും ശിക്ഷാവിധിക്ക് യോഗ്യരാണെന്ന് തെളിയിക്കപ്പെട്ടപ്പോൾ നിന്റെ ന്യായപ്രമാണത്തിനോ അല്ലെങ്കിൽ എന്താണ് നിയമപുസ്തകത്തിന് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. നിയമപുസ്തകമായിരിക്കുന്ന ന്യായപ്രമാണം തന്നത് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയെ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മനുഷ്യൻ നിലവിളിക്കുകയാണ്, അയ്യോ ഞാൻ അരിഷ്ടനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്, ഈ പാപകരമായിരിക്കുന്ന ഈ മരണകരമായിരിക്കുന്ന ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും? അപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് വന്നു, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നാം എല്ലാവരും കുറ്റം വിധിക്ക് യോഗ്യരാണ്, ശിക്ഷാവിധിക്ക് യോഗ്യരായിരിക്കുമ്പോൾ ഇതാ ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. പ്രിയരെ, ദൈവപുത്രനായിരിക്കുന്ന പാപമില്ലാത്തവനായിരിക്കുന്ന ക്രിസ്തു അവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ എല്ലാവരുടെയും പാപം സ്വയം ചുമലിലേറ്റിക്കൊണ്ട് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ക്രൂസിന്മേൽ ഏൽക്കുകയാണ്. അത്രയും മാത്രമേ ഇന്നിവിടെ പറയുന്നുള്ളൂ. അനേക പ്രസംഗങ്ങൾക്ക് നടന്ന കാര്യമാണ്. ആ യേശുക്രിസ്തു ക്രൂസിൽ മരിച്ചപ്പോൾ നിന്നെ ഓർത്താണ് അവൻ മരിച്ചതെങ്കിൽ, അവൻ ചുമന്ന കുരിശുമരം നിന്റെ പാപത്തിന്റെ ചുമടാണെങ്കിൽ, പ്രിയപ്പെട്ടവനെ, നീ ഏത് ജാതി മതസ്ഥനായെങ്കിലും ശരി, ഞാൻ പറഞ്ഞതുപോലെ 4400 വർഷങ്ങൾക്ക് മുമ്പ് ഓരോ ഒരു പുരുഷൻ 8 മനുഷ്യർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ 8 മനുഷ്യരിൽ നിന്ന് ജനിച്ച് വളർന്നു വന്ന നീ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ രാജാവോ മന്ത്രിയോ ആരും ആയിക്കൊള്ളട്ടെ, എന്നാൽ നോക്കുവിന് ഇന്ന് നീ മരിച്ചു കഴിഞ്ഞാൽ നീ പാപിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ മരണം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായതുകൊണ്ട് നിത്യജീവനെ പ്രാപിപ്പാൻ നമുക്ക് കഴിയത്തില്ല. ആകിയാൽ നീ എത്രമാത്രം കൊടും പാപിയായി ശരി, നിന്റെ പാപമോചനത്തിനായിട്ട് യേശുക്രിസ്തു മരിച്ചു വന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് ദൈവത്തിലേക്ക് പ്രവേശനം സൗജന്യമായിരുന്നു. എന്താണ് ചിന്തിക്കേണ്ടത്? ക്രിസ്തീയ മതവിശ്വാസികളും പുരോഹിതന്മാരും ഉള്ളവരോട് ഞാൻ പറയുകയാണ്, യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, പാപമോചനം ക്രിസ്തുവിന്റെ ആ വിശ്വാസത്തിലാണ്. ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ അത്രയും നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. നമ്മുടേതായിരിക്കുന്ന ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ പ്രവൃത്തികൾക്കോ എന്ന് വെച്ചാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾക്കോ നമ്മളെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്തത് കൊണ്ട് ആ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ ചുമന്ന് മരിച്ചത് വഴി, അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത് വഴി, അല്ലയോ സകല ജാതി മതസ്ഥരുമായിട്ടുള്ളവരെ, നിങ്ങൾക്കൊരു മരണമുണ്ടെങ്കിൽ ഇത് കേട്ടുകൊള്ളുവിന്, നമുക്കൊരു രക്ഷയുമുണ്ട്, ഒരു ശിക്ഷയുമുണ്ട്. രണ്ടിനും ഉത്തരവാദി യേശുക്രിസ്തുവിന്റെ ക്രൂശമരണമാണ്. നശിച്ചു പോകുന്നവർക്ക് ഞാൻ പ്രസംഗിക്കുന്ന ഈ ക്രൂശിലെ യാഗം ഭോഷത്വമാണ്. രക്ഷിക്കപ്പെടുന്നവർക്ക് ഈ ക്രൂശിലെ യാഗം ദൈവത്തിന്റെ ശക്തിയുമാണ്. ആകയാൽ നോക്ക് പ്രിയരെ, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമുക്ക് എന്നാണ് മരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. ഇന്ന് മരിച്ചുകൂടായോ? ഒരുപക്ഷെ സംഭവിച്ചേക്കാം. നാളെ ആയിക്കൂടെയോ? അതും സംഭവിച്ചേക്കാം. അല്ല, ഇനി 10 വർഷത്തെ ആയുസ് ഉണ്ടാകുമോ? ആർക്കറിയാം പ്രിയരെ. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, യേശുക്രിസ്തു മടങ്ങി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ മരിക്കുമെന്നുള്ളൊരു കാര്യവും ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കൊരു പാപമോചനത്തിന് വേണ്ടി ക്രിസ്തു നമ്മുടെ പാപം ചുമന്ന് ഒഴിച്ചത് വഴി നോഹയുടെ കാലത്ത് നോഹയെ അവന്റെ കുടുംബത്തെ മാത്രം രക്ഷിപ്പാൻ മാത്രമേ ദൈവം ആഗ്രഹിച്ചുള്ളൂവെങ്കിൽ ഇന്ന് യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ ഈ ഭൂമിയിലെ സകല ജാതി മതസ്ഥരും മരണമുള്ള എല്ലാ മനുഷ്യരും ക്രൂസിലേക്ക് നോക്കി ആ ക്രൂസിലെ രക്തത്താൽ പാപമോചനം നേടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പത്രോസിനോട് യഹൂദയിൽ കൂടി വന്നിരിക്കുന്ന ആ അനേക രാജ്യങ്ങൾ ഭാഷകൾ ചിതറിക്കിടന്ന യഹൂദന്മാർ ചോദിച്ച്, ഞങ്ങൾ എന്ത് ചെയ്യണം? പറ്റിപ്പോയി. ആ ഞങ്ങളുടെ ജീവനായകനായിരിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ ക്രൂശിച്ചു കൊണ്ടുവന്ന് പത്രോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, പറ്റിപ്പോയി, ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം. അപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകി തരും. ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൂരസ്ഥരും സമീപസ്ഥരുമായിരിക്കുന്ന സകല മനുഷ്യർക്കും ഉള്ളതാകുന്നു. ആകയാൽ ഈ ഭൂമിയിലെ സകല ജാതി മതസ്ഥരോടുമുള്ള ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ യേശുക്രിസ്തു നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗത്തിൽ വസിക്കുകയും ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരികയും ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നത് കൊണ്ട്, അല്ലയോ പ്രിയപ്പെട്ടവനെ, ഉന്നത പാപങ്ങളെയും നഗല ഹൃദയങ്ങളെയും മതഭക്തിയെയും പൗരോഹിത്യത്തെയും എല്ലാം തള്ളി നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവിലേക്ക് മനം തിരിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ പിതൃപാരമ്പര്യവും മതഭക്തിയും എല്ലാം വിട്ട് നിനക്ക് വേണ്ടി സ്വർഗത്തിലെ സകല മഹത്വവും ഉപേക്ഷിച്ച് കളഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നിന്റെ പാപങ്ങളെ സ്വയമേറ്റ് നിനക്ക് വേണ്ടി കാൽവറി ക്രൂശില് നിനക്ക് പകരക്കാരനായിട്ട് പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന മരണമേറ്റിരിക്കുന്ന ഈ യേശുക്രിസ്തുവിലേക്ക് നിങ്ങൾ തിരിയണം. അതിനുശേഷം അവനോട് കൂടെ മരിപ്പാൻ നിങ്ങൾ സ്നാനമേൽക്കണം. അപ്പോൾ
ദൈവം പരിശുദ്ധാത്മാവിനെ തരും പ്രിയരെ. ഈ പരിശുദ്ധാത്മാവാണ് പാപമോചനം. അങ്ങനെ നിങ്ങൾ സ്നാനമേറ്റവർ ഒന്നിച്ചു ചേർന്ന് കൂട്ടായ്മ ആചരിച്ച് ആ വിശുദ്ധന്മാരെന്നാണ് അവരെ പറയുന്നത് പ്രിയരെ. ഇനിയും പാപിയും ദോഷിയുമല്ല. ഇങ്ങനെയുള്ള വിശുദ്ധന്മാർ ഒന്നു ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടതിന്, കർത്താവിൻ്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ കാത്തിരിക്കണം, കൂട്ടായ്മ ആചരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥന കഴിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ നാളെ യേശുക്രിസ്തു മടങ്ങി വന്ന് ഈ ദുഷ്ടലോകത്ത് നിന്നെ രക്ഷിക്കും. അതുകൊണ്ടാണ് വചനം വിളിച്ചു പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഈ ദുഷ്ടലോകത്തു നിന്ന് രക്ഷിക്കപ്പെട്ടുകൊള്ളുവിന്. ഈ ദുഷ്ടലോകം തീക്കായിട്ട് വെച്ചിരിക്കുകയാണ്. നോഹയുടെ കാലത്ത് സകല ജഡവും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിച്ചു. നോഹ മാത്രമേ രക്ഷിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിച്ചുള്ളൂ. അവൻ്റെ കുടുംബത്തിൻ്റെ രക്ഷ മാത്രമേ ദൈവം ആശിച്ചുള്ളൂവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് സകല മനുഷ്യർക്കും വേണ്ടി ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമാക്കപ്പെട്ടു. ആകയാൽ പിതാക്കന്മാരെ ഒരു കാര്യം കൂടി ഇവിടെ പറയണമെന്ന് ദൈവാത്മാവിനെ പ്രേരിപ്പിക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്നുവോ ശിശുക്കൾ മരിച്ചാൽ സ്വർഗത്തിലേക്കാണ് പോകുന്നതെന്ന്? അങ്ങനെയല്ല പ്രിയരെ. ശിശു അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ അവൻ പാപിയാണ്. കാരണം എന്താണെന്നറിയാമോ? അവൻ്റെ അപ്പൻ ആദമാണ്. ആദം സാത്താൻ്റെ സന്തതിയാണ്, ദൈവത്തിൻ്റെ ശത്രുവാണ്. ഒരു കുഞ്ഞ് അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ അവൻ പാപിയാണ്. പാപിക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവം ക്രൂരനാണോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞ്, 1 വയസ്സുള്ള ഒരു കുഞ്ഞ്, 2 വയസ്സുള്ള ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ എന്താണ്, തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് മുമ്പ് അവൻ ഏതെങ്കിലും രീതിയിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലല്ല നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ദൈവം ക്രൂരനാണ്, ദൈവം എന്താണ്, നീതിമാനല്ല എന്ന് ക്രിസ്ത്യാനികൾ പോലും ഞങ്ങളോട് പറയാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അപ്പന്മാരും അമ്മമാരുമായിട്ടുള്ളവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് തിരിയണം. നിങ്ങൾ വിശുദ്ധന്മാരായിട്ട് തീർന്നാൽ നിങ്ങളുടെ മക്കളും വിശുദ്ധന്മാരെന്നാണ് വചനം പറയുന്നത്. ആകയാൽ കൊച്ചു കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അവരുടെ രക്ഷ സ്വർഗത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, മാതാപിതാക്കളെ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വിശുദ്ധന്മാരായിട്ട് തീർന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ മക്കളും വിശുദ്ധന്മാരായിട്ട് ദൈവം സ്വർഗത്തിൽ എണ്ണപ്പെടും. അവർക്ക് നിത്യരാജ്യത്വത്തിലേക്ക് പ്രവേശിപ്പാനുള്ള വഴിയും തുറക്കും. ആകയാൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ വാക്കുകളെ തുച്ഛീകരിച്ച് ഇന്നേ വരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത മതഭക്തിയിലും പൗരോഹിത്യത്തിലും ഇരുന്നുകൊണ്ട്, രാഹുകാലത്തെ പോലും ജയിപ്പാൻ കഴിയാത്ത പിതൃപാരമ്പര്യത്തിൽ ഇരുന്നുകൊണ്ട്, അനേക കാര്യങ്ങളും അനേക യാഗങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും വഴിപാടുകളും തീർത്ഥാടനങ്ങളും ചെയ്തുകൊണ്ട് ഓരോ ദിവസവും നിങ്ങളുടെ പണവും സമ്പത്തും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ മതപുരോഹിതന്മാർ നിങ്ങളിൽ നിന്ന് ചൂടിനെടുത്ത് നശിപ്പിച്ച് കളയുമ്പോൾ, നിങ്ങൾ ബുദ്ധിയുള്ളവരായിട്ട് നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് പാപമോചനം നേടി ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമായിട്ട്, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് എന്നേക്കും ജീവിക്കുന്ന ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് പറന്നുയർന്നുകൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. കേട്ട ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി.